കാർത്തിക ജ്വല്ലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു നൂലുകെട്ട് സെറ്റാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. വെറും 3/4 പവനിൽ താഴെ വരുന്ന നൂലുകെട്ട് സെറ്റാണ്. നമുക്കിപ്പോ ആ നൂലുകെട്ട് സെറ്റിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നോക്കിയാലോ. ഇതാണ്ട നമ്മുടെ ആൺവാവയ്ക്ക് വേണ്ടിയിട്ടുള്ള നൂലുകെട്ട് സെറ്റാണ് ഇത്. വെറും 3/4 പവനിൽ താഴെ വരുന്നുള്ളൂ ഈ സെറ്റ്. ഇതിൽ നമുക്ക് മാല, അരിഞ്ഞാണം, കാൽത്തള, ഒരു കുഞ്ഞു വള, കുഞ്ഞു മോതിരവും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അടുത്തത് ബേബി ഗേളിന് വേണ്ടിയിട്ടുള്ള നൂലുകെട്ട് സെറ്റാണ് കേട്ടോ. ഇതിനകത്ത് നമ്മള് മാല ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അരിഞ്ഞാണം, നല്ലൊരു ജോഡി പാദസരം, കുഞ്ഞു വള, കുഞ്ഞു മോതിരം, പിന്നെ കാത് കുത്തിടാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു കമ്മല് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂട്ടത്തിൽ നമ്മൾ പേരുമണിയും വെച്ചിട്ടുണ്ട്. കുഞ്ഞു ആവകൾക്ക് ഇതുപോലെയുള്ള കമ്മലുകളൊക്കെ ഇട്ടിട്ട് കാത് കുത്തണ്ടേ എങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് പോലെ നമ്മുടെ ഇവിടെ ഗൺഷൂട്ടും ഉണ്ട്, അല്ലാതെ നമുക്ക് സ്വർണം എടുത്തോണ്ട് സ്വർണ്ണക്കമ്മൽ ഇട്ടും നമുക്ക് കാത് കുത്താവുന്നതാണ്, വേദന ഇല്ലാതെ. അപ്പൊ നമ്മുടെ കടയുടെ പേര് മറന്നു പോകരുത്, കാർത്തിക ജ്വല്ലറി, ചേർത്തല കാർത്തേനി ദേവി ക്ഷേത്രത്തിന്റെ തെക്ക് വശത്തുള്ള കാർത്തിക ജ്വല്ലറിയാണ്. നിങ്ങളിപ്പോ നൂലുകെട്ട് സെറ്റ് കണ്ടില്ലേ, നമുക്ക് ഇനി നൂലുകെട്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ വളകളും മോതിരങ്ങളും ഒന്ന് കണ്ടാലോ. നമ്മുടെ ചേർത്തല കാർത്തിക ജ്വല്ലറിയിൽ വെറും 600 രൂപ തൊട്ടാണ് കുട്ടിമോതിരങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതും ഈ ഉയർന്നു നിൽക്കുന്ന സ്വർണ്ണവിലയിലും. നോക്കി, നല്ല 1 വയസ്സായ കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട് വരെ ഇടാൻ പറ്റുന്ന രീതിക്കുള്ള കുട്ടിമോതിരമാണ് നമ്മുടെ 600 രൂപയ്ക്ക് വരുന്നത്. ഇത് നിങ്ങളുടെ മനസ്സിൽ വള കൊടുക്കണം എന്നാണ് ആഗ്രഹം, പക്ഷേ ഈ സ്വർണ്ണവില കാരണം കൊടുക്കാനായിട്ട് മടിക്കുന്നുണ്ടോ എങ്കിൽ നമ്മുടെ കാർത്തിക ജ്വല്ലറിയിലേക്ക് പോലെ ഇവിടെ ഉണ്ട് 2000 രൂപ തൊട്ട് കുട്ടിവളകൾ. ഇതാണ്ട് നമ്മുടെ 2000 രൂപയുടെ കുട്ടിവളകള്, നല്ല പൊലിമയുള്ളതും നല്ല ഡിസൈനിൽ വരുന്ന കുട്ടിവളകളാണ്. അപ്പൊ ഈ കുട്ടിവളകളും കുട്ടിമോതിരൊക്കെ എവിടുന്നാ കിട്ടുന്ന നിങ്ങൾ മറന്നില്ലല്ലോ, നമ്മുടെ ചേർത്തല കാർത്തേനി ദേവി ക്ഷേത്രത്തിന്റെ തെക്ക് വശത്തുള്ള കാർത്തിക ജ്വല്ലറിയിലാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി.